എന്റെ പൊന്നടാവേ എന്ത് പടാ നീ ഇങ്ങനെ ഇതില് മറ്റേ വാലിനറ്റത്ത് ഇത് നമ്മളെ അക്വാറിയത്തിലേക്കുള്ള ബെറ്റാ ഫിഷ് ഇല്ലേ, നമ്മളെ ഫൈറ്റർ. ഫൈറ്ററിന്റെ ആ ഒരു ഇതിൽപ്പെട്ട മീനത്. ഇവിടുന്ന് മീനെ പിടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല, കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്ന പരിപാടിക്ക് നമ്മളില്ല. കാര്യം ആ ഒരു ജീവൻ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം വെള്ളം മച്ചമാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്ന് താഴെ വയലിലേക്ക് അവതരിക്കും. നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടില്ലേ, അവിടെയൊക്കെ തന്നെ വന്നത്. വേറെ എങ്ങോട്ട് പോകാൻ ലോക്ക്ഡൗൺ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചോനെ എന്തോടെ പരിപാടി? നമ്മൾ വെറൈറ്റി സംഭവം, നമ്മളെ നാട്ടിലെ കൊച്ചു കൊച്ചു മീനെയൊക്കെ പിടിച്ചിട്ട് നമ്മളെ ഗ്ലാസ് ടാങ്ക് ഉണ്ട്, ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ടൂൾസ് ഉണ്ട്. ടൂൾസ് നമ്പർ 1 കയ്യില്, ടൂൾസ് നമ്പർ 2 ഇതായിരിക്കും. എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിന്ന് വലിയ 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 വയലിലെ മീനും ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് തുടങ്ങാം അല്ലേ, പരിപാടി തുടങ്ങാം. അത്രേ ഉള്ളൂ. വാ. നമ്മുടെ തോട്ടിലെ മീനുകളും ഫിഷ് ടാങ്കിലെ മീനുകളും തമ്മിലുള്ള, അതായത് അക്വേറിയത്തിലെ മീനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം നമുക്ക്. അപ്പം നമുക്കറിയാൻ പറ്റും. തൊണ്ടയൊക്കെ പോയടേ, ഒന്നും പറയണ്ട. ചെറിയൊരു ഫുഡ് ഇൻഫെക്ഷനൊക്കെ അടിച്ചായിരുന്നു. കൊച്ചു തന്നെ ഇല്ലയോടാ, കോഴിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സാധനം എടുത്ത് തിന്ന് വയറിളകി. അങ്ങനെ ഒന്നും പറയണ്ട, മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. എന്നാലും തൊണ്ട അങ്ങോട്ട് ക്ലിയറായി വരുന്നേ ഉള്ളു. അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് സ്ട്രെയിൻ എടുത്ത് സൗണ്ട് എടുത്ത് അങ്ങോട്ട് സംസാരിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പം നമ്മളിന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ തോട്ടിലെ മീനുകൾക്ക് എത്ര, അത് നമ്മളെ അക്വേറിയത്തിലെ ഫിഷ് ടാങ്കിലെ മീനുകളെയും തോട്ടിലെ മീനുകളെയും വെച്ച് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. അത് ഏതാണ് നല്ലത്. അതായത് നമ്മുടെ തോട്ടിലെ മീനുകൾക്കും ഭംഗിയുണ്ടെന്ന് നമ്മളിന്ന് തെളിയിക്കും, ഇല്ലയോടാ അച്ഛനെ? തോട്ടിലെ നമ്മുടെ മീനുകൾക്കും ഭംഗിയുണ്ടെന്ന് നമ്മൾ തെളിയിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഇതിനെ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ ടാങ്കിലും അതിലും ഒന്നും ഇട്ട് നശിപ്പിക്കരുത്. കാര്യം ഇവർക്ക് ഈ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ഇവിടെ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഇതിനെ കൊണ്ടുപോയി നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്തായാലും ചത്തുപോകും. തോട്ടിലെ മീൻ വീട്ടിലെ വെള്ളത്തിൽ ജീവിച്ച ഒരു ചരിത്രം ഒന്നും വരെ നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മുടെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് അറിയാം. കാര്യം ഇവിടുന്ന് പിടിച്ച എത്ര മീനെയും കിട്ടിയിട്ടില്ല, അല്ലേടാ ചോട്ടു? നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഒരു മീൻ ഇതുവരെ വീട്ടിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിച്ചില്ല. കാര്യം നമുക്ക് നമ്മുടെ ഒരു ഇതുമായിട്ടൊരു രീതിയായിട്ട് അവർക്ക് ഒത്തു പോകാൻ പറ്റത്തില്ല. ഈ തോട്ടിലെ മീനുകളെ കൊണ്ടുപോയി നമ്മൾ വീട്ടിലിട്ട് വളർത്തുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം നമ്മുടെ വെള്ളത്തിൽ ഒരിക്കലും ജീവിക്കത്തില്ല. ഇവർ ഈ ഒരു രീതിയായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് പോയവരാ. ആര് പിടിച്ചുകൊണ്ട് പോയാലും വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വളർത്താൻ പറ്റത്തില്ല. കാര്യം പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ എന്തായാലും ഒരിക്കലും ഇവിടുന്ന് മീനെ പിടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല, കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്ന പരിപാടിക്ക് നമ്മളില്ല. കാര്യം ആ ഒരു ജീവൻ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുമല്ല, നമ്മൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ, അതായത് ഈ ജൂൺ മാസം ഈ ഒരു മഴ പെയ്യുന്ന ഒരു സമയത്താണ് ഈ മീനുകളെല്ലാം മുട്ടയിട്ട് അടുത്ത ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്നൊരു വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് എന്തായാലും ആരും ഒന്നും മീൻ പിടിക്കാനൊന്നും ഇറങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഈ തോട്ടിലെ മീനുകളുടെ ഭംഗികളൊക്കെ നമുക്ക് കണ്ടേച്ച് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ടൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു തോർത്തിന് പകരം നമ്മൾ ഒരു കൈലിയുണ്ട്. ഒന്നും പറയണ്ട, വീട്ടിൽ ചെന്ന് തോർത്തെടുക്കാൻ ചെന്നപ്പം അച്ഛൻ ഓട്ടിച്ച് പിന്നെ ഒരു പഴയ കൈലിയായിട്ട് ചാടി. പിന്നെ നമ്മളതിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ടാങ്കാണ്. നമ്മൾ ഇതിനകത്തിട്ട കാര്യം, ഇതിനകത്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് പരിപാടി അങ്ങ് തുടങ്ങാം. ഇതിനകത്ത് തുളയൊക്കെ ഉണ്ടല്ലോ കളിയാ. മറ്റേ തോർത്തിനൊക്കെ അങ്ങോട്ട് അരിയുന്നില്ല അല്ലേ? ശരിയാ, തോർത്ത് മതിയായിരുന്നില്ലേ? പറ്റുമോ?
ഇത് മറ്റേ വെള്ളത്തിൽ അടി കിടക്കുന്ന ആരകൻ. ഒരു ആരകനെ കിട്ടിയിരിക്കുകയാണ്. ഇതെന്ത് പരല്ലോ? അത് ഇതറാ ഇതിലെ മറ്റേ വാലിനറ്റത്ത്. ഇത് നമ്മളെ അക്വാറിയത്തിലേക്കുള്ള ബെറ്റാ ഫിഷ് ഇല്ലേ, നമ്മളെ ഫൈറ്റർ. ഫൈറ്ററിന്റെ ആ ഒരു ഇതിൽപ്പെട്ട മീനാണ്. പക്ഷെ വാലില്ലെന്നുള്ളു, കറക്റ്റ് ഫേസ് ഒക്കെ അത് കണക്ക് തന്നെ. സൗന്ദര്യത്തിന്റെ കുറവുണ്ട്. ലാസ്റ്റ് ടാങ്ക് അങ്ങ് ഇരിക്കുക തൽക്കാലം. വെക്കാം. കൈ പിടിച്ചോ. 1 2 കടിച്ചിരിക്കുന്നറാ അത്. അയ്യോ അവിടെ ആക്കല്ല, പോടാ എടുത്ത് കൈ പിടിടാ നേരത്തെ. അടി കൂട്ടി എടുക്കളിയാ. വെള്ളം തോനെയുണ്ട്, വെള്ളം തോന്നി. തോളെ കൂടെ എല്ലാം പോകുന്നു. ആ തോള അണ്ട ഇട്ടിട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നു. അത് കുഴപ്പമില്ലടാ. ഇതിലെ കൂടെ ഒക്കെ പോകുന്നു. ഇത് എത്ര തൊളയാടാ ഇത്? എന്തോ ഇത്? ഇതിനകത്ത് നമുക്ക് ബിഗ് ഫിഷിനെ കിട്ടണം. ഇല്ല, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വലുതുണ്ട്. ഇത് മറ്റേ ഓലക്കാരിയുടെ കുഞ്ഞളിയാ, കാരിക്കുഞ്ഞി. ഇത് മറ്റേ കാരിയുടെ കുഞ്ഞല്ലിയാ. നമ്മുടെ ചേമ്പൽ എഫക്റ്റ് എന്ത് ചെയ്യേ? അവനിട്ടോളെ. നമ്മൾ ട്യൂളങ്ങ് മാറ്റി. ഇതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം അരിച്ചങ്ങ് പോകും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ആ എടുത്തെടുത്തുന്നല്ല പിന്നെയും കോരി തുടങ്ങാളിയാ. വാഴക്കൊല ഒരെണ്ണം തോന്നുന്നു. 1 2 3 4 5 6 7 7 പടലേ ഉള്ളതാ. 7 പടല. ഇത് കാട്ടുചേമ്പ്. ഇത് തേച്ച ചൊറിയും പറ്റിയ കഴിയുക. പിന്നെ ഇതാണ് കാട്ടുകൂവ. പിന്നെ എന്തുവാ, എല്ലാം ഉണ്ട്. ചീനി പൂള. പിന്നെ ഇത് എന്തുവാടാ, ഇത് പാല, കാട്ടുപാല അല്ലേ? കാണ്ടോ അങ്ങോട്ട്. ഇത് മറ്റേ ടാറ്റു അടിക്കുന്ന ചെടി. പക്ഷേ ഇതില്ല. ഈ സംഭവം അങ്ങനെ അടിച്ചിട്ട് ഇതിനടിയിലൊരുമാതിരി വെള്ളപ്പൊടികളുണ്ട്. അത് വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഇത് അടിച്ചൊരു ഫോട്ടോ ഞാൻ താഴെ കാണിക്കേ, അത് നോക്കിയാൽ. കൊണ്ടോടേ, പുതിയ സാധനം എടുത്തപ്പോ മീനും ഇല്ലല്ലോടേ. ബിഗ് ഫിഷ് വല്ലതും ഉണ്ടോ? നോക്ക്. ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് ഇങ്ങോട്ട്. ഇതാ ഡ്രൈ വാഷ് ചെയ്തേ. ഇത് എന്തിനാ കുറുവയുടെ കുഞ്ഞ്. കാർപ്പ് അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളെ ജലചക്രമാണ് ഈ സാധനം. ഞങ്ങളെ കുട്ടിക്കാലത്തെ ജലചക്രം. ഇതെങ്ങനെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈർക്കിൽ വെച്ചാൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈർക്കിലിനകത്ത് നമ്മൾ മറ്റേ ചീനിയലയുടെ തണ്ട്. പല നാട്ടിലും പല പേരാ പറയുന്നത്. മലപ്പുറം സൈഡിലൊക്കെ പൂള എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ മലപ്പുറത്താണോ പൂള അല്ലേ? എങ്ങനെ എന്താ നമ്മളെ നാട്ടിൽ എന്തായാലും ചീനി എന്നാ പറയാ. അപ്പൊ അതിന്റെ കപ്പ, ചീനി, മരച്ചീനി, അങ്ങനെയൊക്കെ കുറേ ഐറ്റം പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയുടെ തണ്ട് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഏകദേശം നമ്മൾ മൂന്നെണ്ണം വെച്ചാണ് എടുത്തിരിക്കുന്നത്. നോക്കി കാണാം.
മൂന്നെണ്ണം. ഇത് പല ആംഗിൾ ഏതാ വെള്ളം വന്ന് ഈ വീഴുന്നതനുസരിച്ച് ഇപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. നമ്മളിവിടെ 2 കവരം വെച്ചിട്ടുണ്ട്. അതൊരു കവട്ട അതിനകത്തോട്ട് ആദ്യമേ കുത്തിയിറക്കി വെച്ചിട്ട് ഇതൊക്കെ വെച്ച് കൊടുക്കും. എന്താ കറങ്ങുന്നില്ലല്ലോ കൊച്ചോനെ? എന്താടാ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ മതി, പിന്നെ അങ്ങ് ഓടിക്കോളും. എന്ത് ഒന്ന് ഇവിടെ നിന്നിട്ട് നമുക്ക് വെച്ച് നോക്കാം. വേണ്ടേ കൊച്ചന്മാരെ നമുക്ക് കുറച്ച് മീനെ നമ്മൾ പിടിച്ചോളൂ. കാര്യം വെറുതെ പിടിച്ച് അലമ്പി അവരുടെ ഇതൊന്നും നശിപ്പിക്കുന്നില്ല നമ്മൾ. അപ്പോൾ കണ്ട ഇതിനകത്ത് നമുക്ക് കിട്ടിയ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാര്യമുണ്ട്, പിന്നെ മറ്റേ കുറുവയുടെ കുഞ്ഞുണ്ട്, പിന്നെ വേണ്ട മാനത്ത് തന്നെയുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ അടുത്തൊന്ന് കാണുമ്പോൾ അറിയാം. പിന്നെ മറ്റേ തറയെ പറ്റി കിടക്കുന്ന മറ്റേ ആരകനും ഉണ്ട്. പിന്നെ മെയിൻ ഐറ്റം അണ്ടിക്കരണ്ടി ഉണ്ട്. അണ്ടിക്കരണ്ടിക്ക് ഇവരെന്തുവാ പറയുന്നത്? നമ്മൾ അണ്ടിക്കരണ്ടി എന്ന് പറയും. മറ്റുള്ളവരൊക്കെ എന്ത് പറയുന്നത്? പരലോ എന്തോ പള്ളത്തിയോ? പള്ളത്തി അത് തന്നെ പള്ളത്തി. നമ്മൾ അണ്ടിക്കരണ്ടി എന്ന് പറയും, ചിലർ ഇതിനെ പള്ളത്തി എന്നും പറയും. നമുക്ക് അണ്ടിക്കരണ്ടി ഉയിര് അത് മാത്രം മതി നമുക്ക്. അപ്പോൾ നോക്കാം. ഇതാ ഈ അടിയിൽ പറ്റി കിടക്കുന്ന സാധനമാണ് ആരകൻ. കണ്ട അത് എപ്പോഴും ഇത് വെള്ളത്തിന് അടിയിലേ ഇങ്ങനെ വന്ന് കിടക്കത്തുള്ളൂ. പിന്നെ എന്തുവാണ്, പിന്നെ തൊല്ല ആ വാലിൻ്റെ അറ്റത്ത് ഇതാണ്ട് ഈ സാധനം, വാലിൻ്റെ അറ്റത്ത് ഒരു കറുത്ത കുത്ത് കണ്ടോ, അതാണ് അണ്ടിക്കരണ്ടി. പിന്നെ ഏതാ ഉള്ള, പിന്നെ ഇതാണ്ട ഇവിടെ ഉണ്ട്. ഇതാണ്ട് ഈ വന്ന 2 സാധനം കണ്ടോ, ഇതാണ് മാനത്ത് കണ്ണി. ഇതിനെ മാനത്തണ്ണി എന്ന് വിളിക്കുന്ന പറഞ്ഞാൽ മേടി നോക്കിയാലേ അറിയാൻ പറ്റും. ഇതാണ്ട് ഇതിൻ്റെ കണ്ടോ വായുടെ അവിടെ കണ്ടോ, നെറ്റിയുടെ അവിടെ ഒരു വെള്ള ഡോട്ട് പോലെ കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാനത്ത് കണ്ണി എന്ന് വിളിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അടിയിലെ കൊമ്പായിട്ട് കിടക്കുന്നിടത്തിനെ കണ്ടോ, ഡേഞ്ചർ സാധനം, അവനാണ് ഓലക്കാരി. പക്ഷെ ആ കുറുവ ഭയങ്കര സാധനം അല്ലേ, ഭയങ്കര ആക്റ്റീവാണ് അവൻ കുറുവ. ഇപ്പം എൻ്റെ വിരലടിച്ചോണ്ട് പോയാണ്. അതാ ആ ആരകനാ അല്ലിളിയ വന്നത്, ആ ആരകനാ കയറി വന്നത്. പക്ഷെ ആ മാനത്തിൻ്റെ വാലിൻ്റെ എൻഡ് കണ്ടോ, നല്ല റെഡ് കളറിലിരിക്കുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. ഇത് കണ്ട എന്തൊക്കെ ഐറ്റംസാ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ തോട്ടിലും ഉണ്ട്. അക്വേറിയം ഫിഷ് ടാങ്കിലേക്കാളും നല്ല കിടിലൻ സാധനങ്ങൾ നമ്മുടെ തോട്ടിലുണ്ട്. ആരും കാണുന്നതും പിടിക്കുന്നതൊന്നും ഇല്ലല്ലോ, ആരും പിടിച്ചാലേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കാശ് കൊടുത്ത് ഫിഷ് ടാങ്കൊക്കെ മേടിച്ച് അക്വേറിയത്തിൽ പോയി കാശ് കൊടുത്ത് വലിയ മീനുകളെ മേടിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ തോട്ടിൽ ഈ നൈസ് സാധനങ്ങളെ നമ്മുടെ ചെറുക്കന്മാരെ നിങ്ങൾ ആരും കാണുന്നില്ല. അവർക്കും അങ്ങനെ ഒരു ഭംഗി ഉണ്ടെന്നുള്ളത്. അപ്പം എന്തായാലും ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും അതൊരു കാര്യം മനസ്സിലായില്ലേ, നമ്മളെ തോട്ടിലെ മീനുകൾക്കും എന്തുണ്ട്, ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ നമുക്ക് വിടാം. കാര്യം ഇതിനെയും നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഡെഡായി അവറായി തുടങ്ങും, സത്ത് പോകും, മരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ വെറുതെ കൊല്ലാക്കൊല ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളതിൻ്റെ ഭംഗി നോക്കാനായിട്ട് എടുത്ത്, കാര്യം നമ്മളെല്ലാത്തിനെയും അടുത്തറിയണം, നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിനെ വിടാം. വേടെ വെച്ചോനെ നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ വിടാളിയാ മാരി മാനത്തണ്ണി ആദ്യം ചാടിപ്പോ നിൽക്കുന്നേ ചെറുക്കന്മാർ. പൊക്കോ അതിന് വെള്ളത്തിൽ നിന്ന് താത്ത് കൊടുക്കേ, അപ്പോൾ ഒരു തന്നെ ഇറങ്ങിപ്പോവും. അയ്യോ താന്നില്ല, വെള്ളം കുറവാ, നമുക്ക് ചരിച്ചു കൊടുക്കാം.
പോകുന്ന ഓരോരുത്തന്മാര്. പൊക്ക മോനെ പൊക്ക, പോടാ. അവന് പോണ്ടേ? മാനത്തണ്ണി ഇറങ്ങിടാ, പോടാ. അടുത്ത മാനത്തണ്ണി നമ്പർ 3, ചെസ്റ്റ് നമ്പർ 4. അണ്ടിക്കരണ്ടി എവിടെ? അണ്ടിക്കരണ്ടി ഇറങ്ങി പോകൂ. പോടേ. ഇപ്പോൾ ആർക്കും പോണ്ടേ? എല്ലാവർക്കും ഗ്ലാസ് ടാങ്ക് അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. വിടാം, തിരിച്ചു വിടാം. പൊക്ക. യെസ്, ഇതാണ്ട് പോകുന്ന എല്ലാവരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി ഓൾ അമർത്തിയിരിക്കണം. ഓക്കെ, പോട്ടെ എന്നാ. ബൈ. കിട്ടില്ലടാ, കറണ്ട് കിട്ടിയില്ലേ? ഓ എന്റെ ദൈവമേ, അത് പോയടാ. അളിയ ഇത് മതിയില്ലേ? ഇത് മതിയളിയാ, എൻ്റെ പൊന്നും മച്ചാനെ, ഇത് പോരളിയാ.